ഹലോ ഹായ് മുത്തുമണിസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ നമ്മൾ കിച്ചണിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടോ വന്നത്. നമ്മളെന്നും ഗാർഡനിങ്ങും ചെടികളും പച്ചക്കറികളൊക്കെ നടുന്നതല്ലേ. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് കിച്ചൺ വിശേഷങ്ങളൊന്ന് പറയാമെന്ന് വിചാരിച്ച്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കിച്ചണിലേക്ക് ഇറങ്ങി. മോനൊക്കെ മദ്രസിലൊക്കെ പറഞ്ഞ് അയച്ചതിൻ്റെ ശേഷം നമ്മൾ കിച്ചണിലേക്ക് ഇറങ്ങിയത്. മദ്രസിലേക്ക് പോണ സമയത്ത് ചായ മാത്രമേ കുടിക്കുള്ളൂ, അതും എന്തൊരു ചെറിയൊരു കടിയും മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ മദ്രസൊക്കെ വിട്ടുന്നതിൻ്റെ ശേഷമാണ് ചായക്ക് ഇവിടെ സാധാരണ എല്ലാവരും കുടിക്കല്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ടൈമിനെ ഞാൻ രാവിലെ വേഗം ചായ റെഡിയാക്കും കേട്ടോ. ചായ റെഡി ആയതിൻ്റെ ശേഷം വേഗം പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് കറി വെക്കലാണ്. കറി വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത്, കടികൾ ഉണ്ടാക്കൽ. ലാസ്റ്റാണ് ഞാൻ കടി ഉണ്ടാക്കൽ കേട്ടോ. അപ്പം നമ്മൾ ഇന്നിപ്പം ചായ റെഡിയായി. പിന്നെ അതിൻ്റെ ശേഷം നമുക്കിന്ന് മീൻകറി ആട്ടോ വെക്കുന്നത്. മീൻകറി വെച്ചാൽ എന്താ വെച്ചാൽ രാവിലേക്ക് ഉള്ള കറി ആയും ചെയ്ത്, അതുപോലെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം പിന്നെ ചോറിലേക്കുള്ള കറി ആയും ചെയ്ത്, രണ്ട് ഉപകാരം. പിന്നെ എന്തെങ്കിലും ഒന്ന് വേറെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പം നമ്മളിതാ മീൻകറീൻ്റെ റെസിപ്പിന് എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ കേട്ടോ മീൻ കറിക്കുള്ള എല്ലാതും മസാലയും കൂട്ടൊക്കെ ആക്കി റെഡിയാക്കി അവിടെ മൂടി വെച്ചിട്ടോ. പിന്നെ ഇന്ന് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞത് നമ്മളൊന്ന് ഓട്ടട കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓട്ടടയ്ക്ക് മക്കൾക്ക് മീൻ കറിയാണ് ഭയങ്കര ഇഷ്ടമാണ്. ഓട്ടടയും മീൻ കറിയും എന്നാണ് ഒരു പറയൽ തന്നെ. അപ്പോൾ എന്നോ പറയുന്നുണ്ട് ഓട്ടട ഉണ്ടാക്കണം എന്ന്. അപ്പം നമുക്ക് ഇന്നലെയാണ് നമുക്ക് റേഷൻ കടയിൽ നിന്ന് പച്ചരി കിട്ടിയത്. നമ്മളിതിൻ്റെ മുന്നേ പച്ചരി കിട്ടിയത് വേഗം പൊടിപ്പിച്ചാൽ. അപ്പോൾ ഓട്ടടയൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചരി അരച്ചിട്ട് പിന്നെ ഓട്ടട ഉണ്ടാക്കുകയാണ് ഒന്നുകൂടി നല്ലത്. പൊടി എടുത്തിട്ട് നമ്മൾ വറുത്ത പൊടി എടുത്ത് ഓട്ടട ഉണ്ടാക്കിയാൽ അത്ര അങ്ങോട്ട് നന്നായി കിട്ടൂല കേട്ടോ. എൻ്റെത് നന്നാണോലതൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ പച്ചരി ഇങ്ങോട്ട് അരച്ചിട്ട് ഇങ്ങനെ ഇതാക്കുകയാണെങ്കിൽ വേഗം നന്നായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ അരി കുതിർത്താൻ വേണ്ടി വെച്ചിന്. പിന്നെ നേരം വെളുത്ത് അരിയൊക്കെ അരി അരക്കുമ്പോൾ ഞാൻ കുറച്ച് ചോറുകൂടെയും കൂട്ടും കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് ചോറും കൂട്ടിയാണ് അരക്കൽ. പിന്നെ അതപ്പോൾ കുറച്ചൊന്ന് വെളിച്ചെണ്ണയുടെ ഒഴിച്ച് അതെന്താ വേഗം ഒന്ന് ചട്ടിയിൽ നിന്ന് നമുക്ക് വേഗം ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ ഓട്ടടൻ്റെ മാവ് റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല എളുപ്പമാണ്, പത്തിരിൻ്റെ മാതിരിയല്ല. ഓട്ടടയും ദോശയൊക്കെ പറയുമ്പോൾ വേഗം എളുപ്പപ്പണി കേട്ടോ ഓട്ടടയും ദോശയൊക്കെ. പിന്നെ ആർക്കൊക്കെയാണ് ഓട്ടട ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അന്ന് കമൻ്റ് അറിയിക്കാം. ഇവിടെ മോന് ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടടയും മീൻ കറിയും എന്നാണ് ഓൻ പറയല് എപ്പോഴും. ഓട്ടട ഉണ്ടാക്കിയുടെ എന്നേക്കും. അപ്പോൾ ഇന്നൊരു ഓട്ടട ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ നമ്മളിതാ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ. ഇത് കുറേ ആൾക്കാർ പറഞ്ഞേക്കാം ഓട്ടട ചട്ടിയിൽ നിന്ന് കിട്ടാൻ ഭയങ്കര പ്രയാസമാണെന്ന്. എനിക്കെന്നാൽ അത്ര വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങയൊക്കെ ഇടാം കേട്ടോ. ഇവിടെ മക്കൾക്ക് തേങ്ങ ഇടുന്നതൊന്നും അങ്ങനത്തെ ഒരു ഇഷ്ടമല്ല. സാധാ ഒരു ഓട്ടട നമ്മൾ പച്ചരി ഇങ്ങോട്ട് അരച്ച് അങ്ങനെയായിട്ട് ചുട്ടെടുക്കുക. നല്ലോണം അങ്ങോട്ട് നന്നാവും ചെയ്യട്ടും. പെട്ടെന്ന് തന്നെ കണ്ടില്ലേ ഓട്ടട ചട്ടിയിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ചട്ടിയിൽ നിന്ന് കിട്ടാത്തതിനുള്ളതാണ് നമ്മൾ കുറച്ചൊന്ന് വെളിച്ചെണ്ണ നമ്മളെ മാവിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാൽ തന്നെ വേഗം ചട്ടിയിൽ നിന്ന് കിട്ടും ചെയ്യും. അതുപോലെ അരക്കുന്ന സമയത്ത് കുറച്ചൊന്ന് തലേന്നത്തെ ചോറോടെയും കൂട്ടി ഒന്ന് അരക്കുകയാണെങ്കിൽ നല്ലൊരു ഇതുണ്ടാവും കേട്ടോ. നല്ലൊരു സോഫ്റ്റിലായിട്ട് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ അതാ നമ്മളെ ഓട്ടട ഇങ്ങനെ ഓരോന്ന് റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ നല്ല റാഹത്താണ് കേട്ടോ. ഇന്ന് നല്ല മഴ കേട്ടോ. നല്ല രാവിലെ തന്നെ നല്ല ശക്തിയായിട്ട് മഴ രാത്രി തുടങ്ങിയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ മക്കൾ കളി കാണാൻ പോവും. കളീൻ്റെ ഓരോ തോൽവിയും വിജയവും ഒക്കെ ഉണ്ടാവുമല്ലോ. എന്തായാലും ഓരോ ടീമൊക്കെ ഒരു തോറ്റ് സമാധാനം സന്തോഷം ദുഃഖവും ഒക്കെ പാടുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ഒരു കളിയിലൊരു തോൽവിയും വിജയമൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിരുന്ന് കുറച്ചൊക്കെ ടെൻഷനും പിടിച്ച് ഇനി വേഗം വേറെ ടീമിലേക്ക് മാറാമെന്ന് അറിയുന്നുണ്ട്. എന്താണല്ലേ മക്കളൊക്കെ ഒരു കഥ. മക്കളെന്നില്ല കേട്ടോ, വലിയവർക്കും ഉണ്ട് ഈ കളിനോട് ഭയങ്കരമുള്ള ഒരു താല്പര്യം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഓരോതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാലും ജയിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മളെ വിഷയങ്ങൾ മാറിപ്പോയിട്ട് മക്കളെ ഇടയിലൂടെ കഥകളും പറഞ്ഞ് മക്കളും ഉണ്ട് അവിടെ ഇങ്ങനെ നിന്ന് കഥ അറിയുന്നു കേട്ടോ. ഒരിങ്ങനെ ചുടന്ന ഓട്ടട അതിൻ്റെ ഇടയിലൂടെ ഓരോരുത്തർ വന്നത് കഴിക്കണമുണ്ട്. കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്ന് നല്ല ഉഷാറിൽ തന്നെ. അപ്പോൾ രാവിലെ തന്നെ നമ്മളെന്താണ് ഈ കിച്ചണിൽ ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വേഗം എൻ്റെ അലക്കലും എടുക്കുക കേട്ടോ. അന്നേരം തന്നെ അലക്കാനുള്ളതൊക്കെ ഞാൻ വേഗം വാഷിംഗ് മെഷീനിൽ പുറത്തേക്ക് കൊണ്ടുപോയി ഇട്ടു. നമ്മളെ വാഷിംഗ് മെഷീൻ്റെ പുറത്താണ് കേട്ടോ വെച്ചത്. ഇതിൻ്റെ കൂടെ തന്നെ അലക്കലിൻ്റെ പണിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കിച്ചണിലെ ഒരു വിധം പണി കഴിയും. പിന്നെ മക്കളൊക്കെ സ്കൂളിലും മദ്രസ കിട്ടുന്ന ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് പിന്നെ ഉച്ചത്തെ ഭക്ഷണമൊക്കെ റെഡിയാക്കൽ കേട്ടോ. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ച്.
നല്ല ചൂടുള്ള ചായ, നല്ല മഴയാണല്ലോ. അപ്പം ഞാൻ ഗ്ലാസ് ചായ എടുത്ത് അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ പണി എടുക്കുമ്പോൾ ഒന്നിൻ്റെ കൂടെ ഓരോ പണി എടുത്താൽ എന്താ പെട്ടെന്ന് നമ്മൾ പണികളവിടെ കഴിയും. അല്ലെങ്കിൽ നമ്മൾ തണുത്തവിടെ നിന്നാലുണ്ടല്ലോ ഒരു പണിയും കഴിയൂല. ഓരോന്നിൻ്റെ ഒപ്പം തന്നെ ഓരോ പണികളൂടെ എടുത്താൽ വേഗം നമുക്ക് കുറേ ടൈം ഉണ്ടാവും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യല്. വേഗം എടുക്കുന്ന സമയത്ത് ഒന്നിച്ചായിട്ട് എടുക്കും. പിന്നെ നമുക്ക് മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ നമ്മളെ ചെടി പച്ചക്കറി അതൊക്കെ ഉണ്ടല്ലോ, അതിനോട് താല്പര്യമുള്ളവർക്ക് കുറച്ചൊരു ടൈം വേണം. രണ്ടും കൂടി ഒന്നിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കൂല. അപ്പോൾ നമ്മൾ കിച്ചണിലെ പണികളൊക്കെ ഇറങ്ങിയിട്ട് ലാസ്റ്റാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്, മുറ്റം അടിച്ച് തരാൻ ഇറങ്ങിയത്. അപ്പോൾ അവിടെ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നടാലോ. ഇന്നിപ്പോൾ ഒന്നും നടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ നല്ല മഴ. ഇന്നത്തെ മഴയൊക്കെ കണ്ടാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും തോന്നട്ടോ, ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഒരു തോന്നൽ. ഏതായാലും ഒന്നും സംഭവിക്കാതെക്കട്ടെ. എല്ലാവരും ശ്രദ്ധിക്കുക. നല്ല മഴയൊക്കെ തന്നെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ നമ്മൾ സുരക്ഷിതമായ സ്ഥലത്തേക്കായിട്ട് മാറിക്കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിലൂടെ എന്താ നമ്മളെ വാഷിംഗ് മെഷീൻ അവിടെ സൗണ്ടൊക്കെ നിന്നപ്പോൾ എൻ്റെ ഇടയിൽ അതും പോയി വെള്ളം ഒഴിവാക്കാൻ വേണ്ടി പോവാട്ടോ. എല്ലാ പണികളൂടെ ഒന്നിച്ചിട്ട് എടുത്ത് പിന്നെ വീട്ടിൻ്റെ ഉള്ളിലായിട്ട് കയറി ഇരുന്നാലും സുഖമാണ്. നല്ല മഴയാണല്ലോ. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണ്, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കട്ടോ. അപ്പം നമ്മളെ കുഞ്ഞ് വിശേഷങ്ങളായിട്ട് നമ്മളിങ്ങനെ വരുന്നതാണ്. പിന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ വെള്ളം ഒഴിവാക്കി പിന്നെയും തുറന്നിട്ട് പിന്നെയും നമ്മളെ കിച്ചണിലെ നമ്മളെ പരിപാടി ഓട്ടടയൊക്കെ ചുട്ടുകൊണ്ട് നിൽക്കണം കേട്ടോ. ഇതുപോലൊക്കെ ഒന്ന് ഓട്ടട ചുട്ട് നോക്കണേ. മിച്ചമില്ലാത്തവരൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇതറിയാത്തവരാരും ഉണ്ടാവില്ല. അതൊരു എളുപ്പ പരിപാടിയാണല്ലോ. എനിക്ക് ഈ ഓട്ടടയും ദോശയൊക്കെ ഭയങ്കര എളുപ്പമാണ്. പത്തിരിക്കാണ് പിന്നെ ഒരു താമസം. പൊടി വാട്ടി കുഴച്ചുണ്ടാക്കി പരുത്തി ചുടണം. എന്നിട്ട് നമ്മൾ ഓട്ടടയൊക്കെ ഉണ്ടോ നല്ലോണം നന്നായി വന്നിട്ട് ഒക്കെ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യക്കാർക്ക് വേണ്ടിയത് അങ്ങനെ എടുത്ത് കഴിക്കാം. അവിടെ നല്ല നന്നായിട്ടുണ്ട്. അങ്ങനെ അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.